ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. 13-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ നമുക്കിന്ന് ചിന്തിക്കാം. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. സലമിസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു. അവർ ദ്വീപിൽ കൂടി പാഫോസ് വരെ ചെന്നപ്പോൾ ബാർ യേശു എന്ന് പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായൊരു വിദ്വാനെ കണ്ടു. അവൻ ബുദ്ധിമാനായ സെർഗിയോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടെ ആയിരുന്നു. അവൻ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം, അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയുവാൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ് എന്നും പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി. ഹേ കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കുമെന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു. കൈപിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു. യെരുശലേമിലെ സഭയിൽ നിന്നല്ല, മറിച്ച് അന്ത്യോക്യയിലെ സഭയിൽ നിന്നും 2 പേരെ സുവിശേഷം അറിയിക്കുവാനായി സഭ അയക്കുന്നു. അത് ബർന്നബാസും പൗലോസുമാണ്. അവർക്ക് പോകാൻ മനസ്സുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പോയത് എന്ന കാര്യം നമ്മൾ ഓർക്കുക. കാരണം ചില ആളുകൾ അവർക്ക് ദൈവത്തിൻ്റെ വിളി ഉണ്ടെങ്കിലും അവർ അനുസരിക്കാൻ മനസ്സ് കാണിക്കാറില്ല. ഇവർ അനുസരിച്ചു. ഇവർ അവിടെ നിന്ന് പോയി. അവർ പോയത് അന്ത്യോക്യയിൽ നിന്നും കടൽ തീരത്തേക്കാണ്. അത് അന്ത്യോക്യയിൽ നിന്നും തെക്ക് പടിഞ്ഞാറ് ദിശയിലായിരുന്നു. അവർ അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് എന്ന ദ്വീപിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുവാൻ ഒരു കാരണമുണ്ട്. ആ കാരണം ബർന്നബാസ് കുപ്രോസ് ദ്വീപുകാരനാണ്. ഓർക്കുക, ഇവരെ 2 പേരെയും അന്ത്യോക്യയിൽ നിന്ന് അയക്കുമ്പോൾ ആ ടീമിൻ്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നത് ബർന്നബാസാണ്. ബർന്നബാസിൻ്റെ പേരാണ് ആദ്യം പറയുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ തീരുമാനങ്ങൾ എടുത്തിരുന്നത് ബർന്നബാസ് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം കുപ്രോസ് ദ്വീപിലേക്ക് പോയത്. അവർക്ക് പരിചയമുള്ള ഒരു സ്ഥലത്തേക്ക് അവർ പോകുന്നു. അവർ അവിടെ ചെന്നതും യഹൂദന്മാരുടെ പള്ളിയിൽ പോയി അവർ സംസാരിച്ചു. പരിചയമുള്ള സ്ഥലത്തേക്ക് പോയി പരിചയമുള്ള ആളുകളുടെ ഇടയിൽ അവർ പോയി സംസാരിച്ചു. നമുക്കിപ്പോൾ അവരെ നോക്കി അവരങ്ങനെയല്ല, ജാതികളുടെ ഇടയിലേക്ക് പോകണമായിരുന്നു എന്നൊക്കെ പറയാൻ സാധിക്കും. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ 2 പേർ മിഷണറിമാരായി സഭയിൽ നിന്നും പോകുന്നത്. ഇതിനു മുമ്പ് ആരും പോയ ചരിത്രമോ അവരുടെ ഉദാഹരണമോ മാതൃകയോ അവർക്കില്ല. അതുകൊണ്ട് അവർക്ക് പരിചയമുള്ള സൗകര്യമുള്ള സ്ഥലത്തേക്ക് അവർ പോയി യഹൂദന്മാരുടെ ഇടയിൽ പോയി അവർ ദൈവവചനം പറഞ്ഞു. ഇവർ 2 പേരും പറഞ്ഞു എന്നാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. ദൈവവചനം അറിയിച്ചത് ആരായിരുന്നു എന്ന് കൃത്യമായി അവിടെ പറയുന്നില്ല. എന്നാൽ കുപ്രോസ് ദ്വീപിലെ സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ അവർ ദൈവവചനം അറിയിച്ചു. ആ സമയത്ത് യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു. ഈ യോഹന്നാൻ എന്ന് പറയുന്നത് മർക്കോസാണ്. ജോൺ മാർക്ക് അല്ലെങ്കിൽ യോഹന്നാൻ മർക്കോസ് എന്നാണ് അവൻ്റെ പേര്. അയാൾ ബർന്നബാസിൻ്റെ മച്ചുനനാണ് എന്ന് നമ്മൾ പിന്നീട് വായിക്കും. മാത്രമല്ല അയാൾ അല്പം പണമുള്ള വീട്ടിൽ നിന്നാണ്. യെരുശലേമിൽ അവൻ്റെ അമ്മയ്ക്കൊരു വലിയ വീടുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. സൈപ്രസ് ദ്വീപ് എന്ന് പറയുന്നത് മാപ്പിൽ നോക്കിയാൽ മെഡിറ്ററേനിയൻ കടലിൻ്റെ നടുവിൽ കാണുന്ന ഒരു ദ്വീപാണ്. ആ ദ്വീപിൽ അവർ ഒരു സ്ഥലത്തെത്തി, തെക്ക് കിഴക്ക് ഭാഗത്തെത്തി. അത് കഴിഞ്ഞ് അവർ ദ്വീപിലൂടെ നടന്ന് അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്ഥലത്തെത്തി. പാഫോസ് എന്ന് പറയുന്ന സ്ഥലത്താണ് അവരെത്തിയത്. അവിടെ യഹൂദൻ ആയ ഒരു കള്ളപ്രവാചകനെ, ഒരു വിദ്വാനെ കണ്ടു.
ബാർ യേശു എന്നു പേരുള്ള ഒരു കള്ളപ്രവാചകൻ. അയാൾ സെർഗിയോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടെ ആയിരുന്നു. ഈ സെർഗിയോസ് പൗലോസ് എന്നയാൾ ബുദ്ധിമാനായിരുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നു. അയാളുടെ വിവേകവും ബുദ്ധിയും ആളുകൾ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് സൈപ്രസ് പോലെയുള്ള ഒരു സ്ഥലത്ത് അയാൾക്ക് റോമൻ ഗവൺമെൻറ് അധികാരം നൽകിയിരുന്നത്. ഭരണാധികാരിയായിരുന്നു അയാൾ. സൈപ്രസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ദ്വീപാണ്. അവിടെ ഒരു വലിയ രാജാവിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു ദേശാധിപതി. ഇയാൾ വളരെ മിടുക്കനായിരുന്നുകൊണ്ടായിരിക്കാം റോമൻ ഗവൺമെൻറ് ഇയാളെ അവിടെ ആക്കിയിരുന്നു. അയാൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളാണ്, വായിച്ചറിവുള്ള ആളാണ്. അതുപോലെ തന്നെയുള്ള ഒരാളാണ് ഇതേ പേരുള്ള അപ്പോസ്തലനായ പൗലോസ്. അപ്പോൾ അയാൾ, അതായത് സെർഗിയസ് പൗലോസ്, ബർന്നബാസിനെയും ശൗലിനെയും കുറിച്ച് കേട്ടു. അവരെ വിളിപ്പിച്ച് അവരിൽ നിന്നും ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇവർ ദൈവവചനം പറഞ്ഞപ്പോൾ എലീമാസ് എന്ന വിദ്വാൻ, നമ്മൾ മുമ്പ് കണ്ട ആ കള്ളപ്രവാചകൻ്റെ കാര്യമാണിത്, അയാൾ അവരോട് എതിർത്തു നിന്നു. അതായത് പൗലോസിനോടും ബർന്നബാസിനോടും എതിർത്തു നിന്നു. എന്തിനാണത് ചെയ്തത്? കാരണം പൗലോസ് സംസാരിക്കുന്നത് ഇയാൾക്ക് മനസ്സിലാകുന്നു, ഇയാളത് ശ്രദ്ധിക്കുന്നു എന്ന് ഈ എലീമാസിന് മനസ്സിലായപ്പോൾ ഇയാൾ ഇത് വിശ്വസിച്ചാലോ എന്ന് ഭയന്നിട്ടായിരിക്കും അവരോട് തർക്കിക്കാൻ തുടങ്ങി, അവരോട് എതിർത്ത് നിൽക്കാൻ തുടങ്ങി. ഇത് പൗലോസ് കണ്ടു. ഇതുവരെ സംസാരിച്ചിരുന്ന 2 പേരാണെങ്കിലും 9-ാം വാക്യത്തിൽ പൗലോസ് മാത്രം ചെയ്തൊരു കാര്യം നാം വായിക്കുന്നു. അപ്പോൾ പൗലോസ് എന്നും പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി. അതായത് ഈ എലീമാസ് എന്ന വിദ്വാനെ, ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയാൻ ശ്രമിക്കുന്നവനെ ഉറ്റുനോക്കി. ഇനി 10-ാം വാക്യം തൊട്ട് ഞാൻ വായിക്കാം. പക്ഷേ നമ്മളിവിടെ ഒരു കാര്യം ഓർക്കണം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ 1-ാം മിഷണറി യാത്രയിൽ തൻ്റെ ആദ്യത്തെ പ്രസംഗം, അല്ലെങ്കിൽ താൻ പറഞ്ഞ കാര്യം ആദ്യം എഴുതിയിരിക്കുകയാണ് ഈ 10-ാം വാക്യത്തിൽ. ഇതിനു മുമ്പ് ഈ മിഷണറി യാത്രയിൽ പൗലോസ് പറഞ്ഞ കാര്യമൊന്നും എഴുതിയിട്ടില്ല. ആദ്യം പറഞ്ഞ കാര്യം എന്താണെന്ന് നോക്കുക. അതാണ് രസം. 10-ാം വാക്യം: ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവെ, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ച് കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിൻ്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കുമെന്ന് പറഞ്ഞു. നോക്കണേ, അപ്പോസ്തലനായ പൗലോസ് ആദ്യം പറഞ്ഞ കാര്യം ലൂക്കോസ് എഴുതിയിരിക്കുക. എന്താണ്? ഒരുത്തനെ പേരുകൾ വിളിക്കുകയാണ്. സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവെ. ഇയാൾ എന്താ ചെയ്യുന്നത്? കർത്താവിൻ്റെ നേർവഴികളെ മറിച്ച് കളയുന്നത് നീ മതിയാക്കുകയില്ലയോ എന്ന് വെച്ചാൽ, ഇയാൾ തൻ്റെ ജീവിതത്തിൽ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കർത്താവിൻ്റെ നേർവഴികളെ മറിച്ച് കളയുക എന്നത്. പൗലോസ് എങ്ങനെയാണ് ഇത് അറിഞ്ഞത്? അവിടെയാണ് 9-ാം വാക്യത്തിൻ്റെ പ്രസക്തി. അപ്പോൾ പൗലോസ് എന്നു പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി. ഇത് പരിശുദ്ധാത്മാവ് പൗലോസിന് അപ്പോൾ വെളിപ്പെടുത്തി കൊടുത്തതാണ്, അല്ലാതെ നേരത്തെ അറിയാമായിരുന്ന ഒരു കാര്യമല്ല. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അതിനെ എതിർത്ത് നിൽക്കുന്ന ആളെ തിരിച്ചറിയാൻ അപ്പോസ്തലനായ പൗലോസിന് കഴിഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ സുവിശേഷം പറയുമ്പോൾ, അല്ലെങ്കിൽ വേറൊരാളെ ദൈവവചനം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, അതിന് വിഘാതമായി നിൽക്കുന്ന ചില ആളുകളുണ്ട്. അവർ പിശാചിൻ്റെ മക്കളാണ്. അവരെ കണ്ടാൽ അങ്ങനെ തോന്നുകയില്ല. അവരൊരു പക്ഷേ നമ്മൾ സംസാരിക്കുന്ന ആളുടെ ഭാര്യയോ ഭർത്താവോ ആയിരിക്കും, മക്കളായിരിക്കും, മാതാപിതാക്കളായിരിക്കും, അടുത്ത സുഹൃത്തായിരിക്കും, ഒരു അഭ്യുദയാകാംക്ഷയായിരിക്കും. പക്ഷേ അത്തരം ആളുകളെയാണ് പിശാച് ഉപയോഗിക്കുന്നത്. ഇവിടെ സെർഗിയോസ് പൗലോസിൻ്റെ അസിസ്റ്റൻ്റാണ്, അയാളുടെ കൂടെ എപ്പോഴും ഉള്ള ആളാണ്. അയാളാണ് സുവിശേഷ സന്ദേശം തടയാൻ ശ്രമിച്ചത്. സാധാരണഗതിയിൽ അയ്യോ ദേശാധിപതിയുടെ അസിസ്റ്റൻ്റ് അല്ലേ, അയാളെ എങ്ങനെയാണ് മുഷിപ്പിക്കുന്നത് എന്ന് ആളുകൾ ചിന്തിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് പൗലോസിന് വ്യക്തമായി കാര്യം മനസ്സിലാക്കി കൊടുത്തു. സുവിശേഷത്തിനെതിരെ നിൽക്കുന്നത് ഇവനാണ്. പൗലോസ് ഒരു മടിയും കൂടാതെ അവനോട് പറഞ്ഞു, സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവ്വനീതിയുടെ ശത്രുവെ.
എന്നിട്ട് പൗലോസ് ഒരു ശിക്ഷ പറയുകയാണ്. കർത്താവിൻ്റെ കൈ നിൻ്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും. അത് സംഭവിച്ചു. പൗലോസ് എന്തുകൊണ്ടാണ് ഈ ശിക്ഷ പറഞ്ഞത് എന്ന് അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് പൗലോസ് മാനസാന്തരപ്പെട്ട സമയത്ത് പൗലോസ് കുരുടനായിപ്പോയി. അതുവരെ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളൊന്നും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പൗലോസിന് സാധിച്ചില്ല. സ്തേഫാനോസിൻ്റെ മരണം, സ്തേഫാനോസിൻ്റെ പ്രസംഗം, പഴയ നിയമത്തിൽ താൻ വായിച്ച കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ മനസ്സിലുണ്ടെങ്കിലും യേശു ക്രിസ്തു മെശിഹയാണ്, ദൈവപുത്രനാണെന്ന കാര്യം അംഗീകരിക്കാൻ താൻ കണ്ട കാര്യങ്ങളൊന്നും അയാളെ സഹായിച്ചില്ല. അതുകൊണ്ട് കുരുടനായിരുന്നു. 3 ദിവസം കുരുടനായിരുന്നപ്പോൾ തനിക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി. അപ്പോൾ അതൊരു നല്ല ശിക്ഷയാണ് എന്ന് വിചാരിച്ചായിരിക്കാം ഏതായാലും പൗലോസ് ആ ശിക്ഷ അവന് വിധിച്ചു. അവൻ കുരുടനായി തീർന്നു. ഒരാളുടെ കാഴ്ച പോയി എന്നുള്ള കാര്യം മറ്റുള്ളവർക്ക് ഉടനെ മനസ്സിലായി. കാരണം അയാൾ ആൾക്കാരെ സഹായത്തിന് വിളിക്കുകയാണ്, എനിക്ക് കണ്ണ് കണ്ടുകൂടാ, നടക്കണം. ഇത് കണ്ട ദേശാധിപതി കർത്താവിൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു, വിശ്വസിച്ചു. നോക്കുക, സുവിശേഷത്തിനും ദൈവവചനത്തിനും എതിര് നിൽക്കുന്ന ഒരാളെ കണ്ടെത്തി അല്ലെങ്കിൽ അയാളെ ഐഡൻറ്റിഫൈ ചെയ്ത് അയാൾക്കൊരു ശിക്ഷ വിധിച്ചു. ആ ശിക്ഷ നടപ്പായി കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്? അവിടെ ആളുകൾ വിശ്വസിച്ചു. ഒരുത്തൻ കുരുടനായി തീർന്നപ്പോൾ മറ്റ് പലരും വെളിച്ചമുള്ളവരായി തീർന്നു. അപ്പോൾ സുവിശേഷ സന്ദേശത്തിന് എതിര് നിൽക്കുന്ന ആളുകൾ, സാഹചര്യങ്ങൾ, വ്യക്തികൾ, അവരെ തിരിച്ചറിയുക എന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമുക്ക് സാധിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഈ വിവേചനപരം എന്ന് പറയുന്നത്. അല്ലാതെ രോഗശാന്തിപരം, അത്ഭുതപരം അത് മാത്രം പോരാ. അത് കണ്ട ആളുകൾ അന്താളിക്കും. പക്ഷെ ഇവിടെ പരിശുദ്ധാത്മാവ് വിവേചനപരം പൗലോസിന് കൊടുത്തു. പൗലോസ് അത് ഉപയോഗിച്ചു. അത് കണ്ട ആളുകൾ വിസ്മയിച്ചു. അതോടൊപ്പം അവർ വിശ്വസിക്കുകയും ചെയ്തു. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.